അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഈ വീഡിയോയിലൂടെ പാദവാർഷിക പരീക്ഷയുടെ ഒരു മോഡൽ പേപ്പറാണ് നോക്കുന്നത്. 5ാം ക്ലാസ്സിലെ ലിസാൻ ഖുർആനിൻ്റെ പാദവാർഷിക പരീക്ഷ പേപ്പറാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക. അതുപോലെ തന്നെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളെ വിലപ്പെട്ട കമൻറ്റുകൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ പ്രവർത്തനം നുമയ്യിസു, നമുക്ക് വേർതിരിക്കാം. ബ്രാക്കറ്റിൽ ധാരാളം വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് അൽ മാലി അൽ മുലാരിയോ, മാലിയും മുലാരിയും വേർതിരിക്കാനാണ്. അപ്പോൾ നമുക്ക് നേരെ ഒന്നാമത്തെ പ്രവർത്തനം ചെയ്യാം. അൽ മാലി, മുകളിൽ തന്ന ബ്രാക്കറ്റിൽ നിന്ന് മാലികൾ തിരഞ്ഞെടുക്കുക. ഒന്നാമത്തേത് വജബ, വജബ മാലിയാണ്. യുഹീ, അത് മുലാരിയാണ്. അഹിയ യുഹീ. യതഅല്ലമു, അതും മുലാരിയാണ്. തഅല്ലമ യതഅല്ലമു, തഅല്ലമയാണ് മാലി. ഖലാ, അത് മാലിയാണ്. ഖലാ യഖ്ലി എന്നാണ് മുലാരി. ഖല മാലി, യഖ്ലി എന്നതാണ് മുലാരി. ഷറഫ, അത് മാലിയാണ്. യുഷരിഫു ആണ് മുലാരി. ഷറഫ യുഷരിഫു. അടുത്തത് യഅബുദു, യഅബുദു എന്നത് മുലാരിയാണ്. കാരണം പെട്ടെന്ന് തിരിച്ചറിയാനുള്ളൊരു മാർഗമായിട്ട് പറയാണ്. ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് തീരെ അറിയാത്ത കുട്ടികളുണ്ടാകും. അപ്പോൾ അവർക്കായിട്ട് തുടക്കത്തിൽ യാ വന്നതൊക്കെ അധികം മുലാരിയാണ്. ഇവിടെ നോക്കി നോക്ക്. യുഹയ്യി, യതഅല്ലമു, യഅബുദു, അങ്ങനെ തിരിച്ചറിയാനുള്ളൊരു അടയാളമാണ്. അപ്പം നമുക്ക് മുലാരി എങ്ങനെയാണെന്ന് തിരിച്ചറിയാം. അപ്പം ഇതിൽ മാലി യാ ഇല്ലാത്തതൊക്കെ മാലി ആയിരിക്കും. അപ്പം യഅബുദു എന്നത് മുലാരിയാണ്, തുടക്കത്തിൽ യാ ഉണ്ട്. അതുപോലെ ഖാല, ഖാല മാലിയാണോ മുലാരിയാണോ? മാലിയാണ്. ഖാല യഖൂലു ആണ് മുലാരിയ. ഇനി അതിൻ്റെ താഴെയുള്ള പ്രവർത്തനം നംല ഉൽ ഫറാഗ ബിൽ മുനാസിബി, വിട്ട ഭാഗം എന്ത് ചെയ്യുക? യോജിച്ചത് ചേർക്കുക. ബ്രാക്കറ്റിൽ നിന്നും യോജിച്ച് ചേർക്കാം. ഒന്നാമത്തത് ഡാഷ് അബി ഇലസൂഖി, ഇലസൂഖി. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ നമ്മൾ ഈ പറഞ്ഞില്ലേ അബി ഇലസൂഖി, അങ്ങാടി. സൂക്ക് എന്ന് പറഞ്ഞാൽ അങ്ങാടിയാണ്. അപ്പോൾ ചില കുട്ടികൾക്ക് അറിയാത്തത് കൊണ്ടായിരിക്കാം നമ്മൾ ഒരു പ്രവർത്തനം, ഇപ്പോൾ അസനാന എന്നത് കേൾക്കുമ്പോൾ നമുക്കറിയാം അവിടെ യുനലിഫി ആയിരിക്കും. പല്ലുകൾ എന്ന് കേൾക്കുമ്പോൾ അവിടെ വൃത്തിയാക്കാനായിരിക്കും, അല്ലാതെ വേറൊന്നും അവിടെ പറയാനുണ്ടാവില്ല. അതുപോലെയാണ് ഇല സൂക്കി എന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ പോവാനായിരിക്കും, അതല്ലെങ്കിൽ വരാനായിരിക്കും. അപ്പം അതുമായി ബന്ധപ്പെട്ട വാക്കുകൾ ബ്രാക്കറ്റിൽ ഉണ്ടോ എന്നാദ്യം നോക്കണം. അപ്പം ഇവിടെ ഡാഷ് അബി ഇല സൂക്കി, ഇപ്പം എന്തായിരിക്കും? പോവുകയോ വരികയോ ആണ്. ബ്രാക്കറ്റിൽ നോക്കൂ. യൽബസു, യുസല്ലിമു, യഷ്റബു, അൽ അബു, യദ്ഹബു. ഇതിൽ യദ്ഹബു ആ, എൻ്റെ ഉപ്പ അങ്ങാടിയിലേക്ക് പോകുന്നു. യദ്ഹബു അബി ഇല സൂഖി. രണ്ടാമത്തത് ഡാഷ് നൗഫലുൻ ബിദ്ലത്തൻ റസ്മിയത്തൻ, ബിദ്ലത്തൻ റസ്മിയ, യൂണിഫോം. അത് നിങ്ങൾ പഠിച്ചു വെക്കുക. ചിലപ്പോൾ അർത്ഥം എഴുതാനുള്ളതിൽ വരാം. അപ്പോൾ ഡ്രസ്സ് എന്താ ചെയ്യുക? ധരിക്കുക. അതിന് അറബിയിൽ യൽബസു എന്ന് പറയും. യൽബസു നൗഫലുൻ ബിദ്ലത്തൻ റസ്മിയത്തൻ. നിങ്ങൾ പരമാവധി എല്ലാ ദിവസവും തദ്രീബാത്ത്, അതുപോലെ പാഠഭാഗങ്ങൾ വായിക്കുകയും അർത്ഥം വെക്കുകയും ചെയ്താൽ പകുതി മുക്കാലും മാർക്ക് നമുക്ക് എന്താ പറയുക, കാണാതെ പഠിക്കാതെ തന്നെ നിങ്ങൾക്ക് കിട്ടും. വായിക്കൽ കുറവായതുകൊണ്ടാണ് ലിസാനിൽ അധികം ആളുകളും തോറ്റു പോകുന്നത്. ഇനി മൂന്നാമത്തത് ഡാഷ് അൽ ഉസ്താദു അലൽ ഔലാദി. അവിടെ എന്താണ് വരിക? യുസല്ലിമു. ബ്രാക്കറ്റിൽ കാണാം യുസല്ലിമുൽ ഉസ്താദു അലൽ ഔലാദി, ഉസ്താദ് കുട്ടികളുടെ മേൽ സലാം പറയുന്നു. നാലാമത്തത് യർഹമുൽ ഔലാദ, ഡാഷ് യർഹമുൽ ഔലാദ. അവിടെ എന്താണ്?
അൽ അബു യർഹമുൽ ഔലാദ. അഞ്ചാമത്തത് ഡാഷ് അൽ അഖു അൽ ഹലീബ. യഷ്റബുൽ അഖു അൽ ഹലീബ. സഹോദരൻ പാൽ കുടിക്കുന്നു. ഇനി മൂന്നാമത്തെ പ്രവർത്തനം നക്തുബുൽ മുസന്ന ലിൽ അഫ്ആലിൽ ആതിയത്തി. താഴെ തന്ന ഫീലുകളുടെ മുസന്ന, അതായത് നമ്മൾ മുസന്ന എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ടാളുകൾ പ്രവർത്തിക്കുന്നതിനെ ആണ് മുസന്ന എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ താഴെ തന്ന മുളാരിയായ ഫീലുണ്ട്, മാദിയായ ഫീലുണ്ട്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ മുസന്ന നമുക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തത് യഖൂമു, നിൽക്കും. അപ്പോൾ അവർ രണ്ടുപേരും നിൽക്കും എന്നെങ്ങനെ പറയും? യഖൂമാനി. രണ്ടാമത്തത് ഖാമ, നിന്നു. മാലിയാണ്. അപ്പോൾ മാലിയുടെ മുസന്ന ഖാമ ഖാമാ. രണ്ടാമത്തെ മീമ് നീട്ടിക്കൊടുത്താൽ മതി. ഖാമ ഖാമാൻ എന്ന് നീട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ മുസന്നയായി. അതാണ് മാലിക്കുള്ള ഒരു അടയാളം. നമുക്ക് മുസന്നയാക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് പേര് കഴിച്ചു, അക്കല എന്നതാണ് കഴിച്ചു. അപ്പോൾ രണ്ട് പേര് കഴിച്ചു എന്ന മാലിയാകുമ്പോൾ എങ്ങനെ പറയും? അക്കല. ഒന്ന് നീട്ടിക്കൊടുത്താൽ മതി. എന്നാൽ മുളാരി ആകുമ്പോൾ അവസാനം എന്ത് ചെയ്യുക? അലിഫും നൂനും വരും. ഇവിടെ യഖൂമു പറഞ്ഞു, മുളാരി അല്ലേ? യഖൂമാനി. കണ്ടില്ലേ? അവസാനം അലിഫും നൂനും വന്നു. യഖൂമാനി. ഖാമയാകുമ്പോൾ ഖാമ ഖാമാ നീട്ടിക്കൊടുത്താൽ മതി. ഇനി യഗ്സിലു, മുളാരിയാണല്ലോ, തുടക്കത്തിൽ ഉണ്ട്. യഗ്സിലു യഗ്സിലാനി. അലിഫും നൂനും അവസാനം കൂട്ടിക്കൊടുക്കണം. യഗ്സിലു യഗ്സിലാനി. ഇനിയോ നാലാമത്തത് യഖ്റുജു. യഖ്റുജു യഖ്റുജാനി. അഞ്ചാമത്തത് ഗസല. ഗസല ഗസല. മാലി ആയതുകൊണ്ട് അലിഫ് മാത്രം കൊടുക്കുക. ഗസല ഗസല. ഇങ്ങനെയാണ് മുസന്ന എഴുതേണ്ടത്. ഇനി നമുക്കടുത്ത പ്രവർത്തനം നക്തുബുൽ മാലി. ഇനി മാലി എഴുതി കൊടുക്കുക. ഇവിടെ ഒന്നാമത്തത് അതിൻ്റെ മുളാരിയാണ് നോക്കുന്നത്. ആദ്യം യജിലിസു. അതിൻ്റെ മാലി ജലസ. ജലസ യജിലിസു. രണ്ടാമത്തത് യദ്ഹബു. യദ്ഹബു എന്നുള്ളത് മുളാരിയാണ്. അതിൻ്റെ മാലി ദഹബ. ദഹബയാണ് മാലി. ദഹബ യദ്ഹബു. ഇനി ഇടത്തെ ഭാഗത്തുള്ള കോളത്തിൽ യക്തുബു. മുളാരിയാണ് യക്തുബു. അതിൻ്റെ മാലി കതബ യക്തുബു. അതുപോലെ രണ്ടാമത്തത് യൽഅബു. മുളാരിയാണ് ലഇബ യൽഅബു. ഇനി അതിൻ്റെ താഴെ നുതർജിമു. നമുക്ക് പരിഭാഷപ്പെടുത്താനാണ്. ഐഖല നബീലുൻ അഖാഹു സഗീറ നജീബൻ. ഐഖല നബീലുൻ അഖാഹു സഗീറ നജീബൻ. നബീല് അവൻ്റെ ചെറിയ സഹോദരൻ നജീബിനെ ഉണർത്തി. ഇനി അതിൻ്റെ താഴെ രണ്ടാമത്തത് ഷുഐബുൻ വ ജുറൈജുൻ യുനല്ലിഫാനിൽ അസ്നാന. ഷുഐബുൻ വ ജുറൈജുൻ. ഷുഐബും ജുറൈജും രണ്ടുപേരും യുനല്ലിഫാനി, അവർ രണ്ടുപേരും വൃത്തിയാക്കി അൽ അസ്നാന പല്ലുകൾ. അപ്പോൾ ജുറൈജും അതുപോലെ ഷുഐബും പല്ലുകൾ വൃത്തിയാക്കി. ഷുഐബും ജുറൈജും പല്ലുകൾ വൃത്തിയാക്കി. ഇനി അടുത്ത പ്രവർത്തനം നുഅരിബു. ഇനി അറബിയാക്കാനാണ്. നമ്മൾ ഇത്ര നേരം നുതർജിമു ആയിരുന്നു, പരിഭാഷപ്പെടുത്താനായിരുന്നു. ഇനി അറബിയിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യാനാണ്. ഒന്നാമത്തത് എൻ്റെ പിതാവ് ടവൽ വാങ്ങി. അത് നമ്മൾ പാഠഭാഗത്തിൽ തദ്രീബാത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പഠിക്കണം. ഇഷ്തറ അബി മിന്ദീലൻ. ഇഷ്തറ അബി മിന്ദീലൻ. രണ്ടാമത്തത് റഷാദ് മദ്രസയിലേക്ക് പോയി. ദഹബ റഷാദുൻ ഇലൽ മദ്രസത്തി. ഇനി അടുത്ത പ്രവർത്തനം നുകമ്മിലു പൂർത്തിയാക്കാനാണ്. ഒന്നാമത്തത്
അയ്യുഹ ഡാഷ് ഫീന ജിഇത ഡാഷ് അൽ മുതാഇ ജിഇത ഡാഷ് അൽ മദീന മർഹബൻ ഡാഷ് ദാഇൻ. ഇത് പൂർത്തിയാക്കാനാണ് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് കടന്നു വരുമ്പോൾ മദീനക്കാരായ ആളുകൾ അവർ നബിയെ സ്വാഗതം ചെയ്തുകൊണ്ട് പാടിയ ബൈത്താണ്. അത് നിങ്ങൾ കാണാതെ പഠിക്കുക തന്നെ വേണം. പരീക്ഷകളിൽ ഏതായാലും 2 വരി ചോദിക്കും. അപ്പം നമുക്കിത് പൂർത്തിയാക്കാം. അയ്യൂഹൽ മബ്ഊസു ഫീന ജിഇത ബിൽ അംറിൽ മുതാഇ ജിഇത ശറഫ്തൽ മദീന മർഹബൻ യാ ഖൈറ ദാഇൻ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ബൈത്ത് മുഴുവനായിട്ടും പാടി പഠിക്കണം. അതിൻ്റെ അർത്ഥം കൂടി പഠിക്കുക. ഇൻഷാ അല്ലാഹ് ഇതുപോലെ മറ്റു ക്ലാസ്സുകൾക്ക് നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം, പ്ലേലിസ്റ്റ് കൊടുക്കാം. അപ്പോൾ അതിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ പേപ്പറുകളും പാഠഭാഗത്തിലെ നോട്ട്സുകളും പാഠവുമായി ബന്ധപ്പെട്ട തദ്രീബാത്തുകളും ഒക്കെ നിങ്ങൾക്ക് വീഡിയോ ലഭിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.